الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا في قرية من نذير إلا قال مترفوها إنا بما أرسلتم به كافرون وقالوا نحن أكثر أموالا وأولادا وما نحن بمعذبين قل إن ربي يبسط الرزق لمن يشاء ويقدر ولكن أكثر الناس لا يعلمون وما أموالكم ولا أولادكم بالتي تقربكم عندنا زلفى إلا من آمن وعمل صالحا فأولئك لهم جزاء الضعف بما عملوا وهم في الغرفات آمنون സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുന്നു. ഏത് നാട്ടിൽ മുന്നറിയിപ്പുകാർ വന്നപ്പോഴും ആ നാട്ടിലെ സുഖലോലുപന്മാർ അവരെ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞു, സമ്പത്ത് ഞങ്ങളുടെ കയ്യിലാണ്, ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. പറയൂ അവരോട്, എന്റെ രക്ഷിതാവാണ് സമ്പത്ത് കൂടുതൽ നൽകുന്നതും അതേപോലെ തന്നെ ചിലപ്പോൾ അത് നിയന്ത്രിക്കുന്നതും. ജനങ്ങളിൽ മഹാഭൂരിപക്ഷത്തിനും കാര്യവിവരമില്ല, കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര ബോധവുമില്ല. നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്തതികളോ നിങ്ങളോടൊപ്പമുള്ള ജനങ്ങളോ അല്ല അള്ളാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നത്. അള്ളാഹുവിനോട് കൂടുതൽ നിങ്ങളെ അടുപ്പിക്കുക നിങ്ങളുടെ സൽ പ്രവർത്തനങ്ങളും സൽ സ്വഭാവങ്ങളും സൽ പെരുമാറ്റങ്ങളുമായിരിക്കും. അവർക്കാണ് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഇരട്ടി പ്രതിഫലം ഉണ്ടാവുക. അവര്
ഉന്നതമായ സ്വർഗീയ ഭവനങ്ങളിൽ നിർഭയരായി കഴിഞ്ഞുകൂടുകയും ചെയ്യും. ഒരു ചെറിയ മനുഷ്യന്റെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു നല്ല വിവരണമാണ് ഇവിടെ നൽകിയത്. ചെറിയ ചെറിയ വിഷയങ്ങൾ, അതിലെ നല്ല വശങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഭാഗം ഞാൻ എടുത്ത് ഓതി പറഞ്ഞത്. നേർക്കുനേരെയുള്ള പരിഭാഷയല്ല, ആശയവിവർത്തനമാണ് നടത്തിയത്. കേൾക്കുന്നവന് മനസ്സിലാകുന്ന ഒരു മലയാള ശൈലിയിൽ പറഞ്ഞു വിഷയം. നമ്മുടെ ധാരണകളും പലപ്പോഴും യാഥാർത്ഥ്യവും തമ്മിൽ അകലമുണ്ടാകും. ആ അകലം ഒരു വിഭാഗത്തിന് വളരെ പെട്ടെന്ന് സഹിക്കാൻ കഴിയും, മറ്റൊരു വിഭാഗത്തിന് അത് സഹിക്കാൻ കഴിയാതെ അവർ അസ്വസ്ഥരാകുകയും ചെയ്യും. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ധാരണകളിലൂടെയും ചിലപ്പോഴൊക്കെ മുൻധാരണകളിലൂടെയുമാണ് കടന്നുപോകുന്നത്. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ധാരണകളുണ്ടാകും എന്ത് വിഷയത്തെക്കുറിച്ചും. പലപ്പോഴും അത് മുൻധാരണയായി മനുഷ്യന്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. ആ മുൻധാരണകൾ തിരുത്താനും നീക്കം ചെയ്യാനും ശ്രമിക്കുന്നവർ കുറ്റക്കാരല്ല, അവരാണ് യഥാർത്ഥത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവർ. ചിലപ്പോഴൊക്കെ അത് അംഗീകരിച്ചു തരാൻ പോലും സമൂഹത്തിലെ മഹാഭൂരിപക്ഷം തയ്യാറാവുകയില്ല. ചെറിയ ഒരു ആമുഖമാണ് ഇനി പറയാൻ പോകുന്ന വിഷയത്തിലേക്ക്. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിന് ഹദീസ് പണ്ഡിതന്മാര് ഖുദ്സിയായ ഹദീസ് എന്നാണ് പറയുക. ഇത് ഞാൻ പറയുകയല്ല, എന്റെ റബ്ബ് എന്നോട് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് നബി പറയാറുണ്ട്. അത് വഹിയിലൂടെയുള്ള പറച്ചിലാണ്. അത് പഠിച്ച തമ്പുരാൻ നേർക്ക് നേരെ വഹി കൊടുത്തിട്ട് അതിങ്ങനെ പറയുക, ഖുർആൻ പോലെ തന്നെ. അതിൽപ്പെട്ട ഒരു കാര്യം, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അതേ കാര്യം തന്നെ മറ്റൊരു ഹദീസിൽ, മൻ അഖാഫ ലി വലിയൻ ഫഖദ് ബാറസനി ബിൽ മുഹാറബ. എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ അവനും ഞാനുമായി ഒരു പ്രഖ്യാപിത യുദ്ധത്തിലാണ്. ഇതാണ് അള്ളാഹു പറയുന്നത്. രണ്ട് ഉദ്ധരിച്ച വചനങ്ങളും അർത്ഥം ഒന്ന് തന്നെയാണ്. ആദ്യം പറഞ്ഞത് ഇമാം ബുഖാരി തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് ഇമാം തബറാനി, ബൈഹഖി തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇത് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒരു വഴിയിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. രണ്ട് ഭാഗത്തുള്ള വീക്ഷണങ്ങളും അതിര് കവിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ഒരുപാട് നഷ്ടങ്ങളും ആ നഷ്ടത്തിന്റെ അനിവാര്യമായ കഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാവ് എന്ന് പറയുന്നതിന് ഇതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാവ്. അത് ഔലിയാവിന്റെ മിനിമം യോഗ്യതയാണ്. മിനിമം യോഗ്യതയിൽ മാത്രമല്ലല്ലോ നിൽക്കുക,
മാക്സിമം യോഗ്യതകളിലേക്ക് എത്താൻ വേണ്ടി മനുഷ്യന് ശ്രമിക്കും. എന്ത് കാര്യങ്ങളിലും അങ്ങനെയാണ്. ഞാൻ ഉദാഹരണം പറയാതെ നമുക്ക് മനസ്സിലാവും. ഒരു വലിയ ആകണമെങ്കിൽ അദ്ദേഹത്തിന്റെ മിനിമം യോഗ്യത അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. ഇൻ ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് ഔലിയ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പേടിയോ ദുഃഖമോ ഇല്ലാത്ത വിഭാഗമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അറിയണം നിങ്ങളത്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. പേടിയോ ദുഃഖമോ ഇല്ലാത്ത ഔലിയാക്കൾ ആരാണെന്നോ വിശ്വസിക്കുകയും സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്നവരാരാണോ അവരാണ്. ഇതതിന്റെ മിനിമം യോഗ്യതയാണ്. ഒരു നല്ല മനുഷ്യന്റെ മിനിമം യോഗ്യത, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മിനിമം യോഗ്യത നബി പറഞ്ഞല്ലോ. നാവ് കൊണ്ടും കൈകൊണ്ടും ആരെയും ഉപദ്രവിക്കാത്തവനാണ് യഥാർത്ഥ മുസ്ലിം. നാവ് കൊണ്ടും കൈകൊണ്ടും പേന കൊണ്ടും ഒക്കെ അൽപ്പെടും. അപ്പോ മറ്റാരെയും ഉപദ്രവിക്കാത്തവൻ ആരോ അവനാണ് നല്ല മുസ്ലിം. മറ്റുള്ളവർക്ക് അഭയം നൽകുന്നവരാരോ അവരാണ് നല്ല മോമിൻ. പേടിപ്പിക്കാതെ അഭയം നൽകുക, പേടിയില്ലാതായി കൊടുക്കുക. ഇതൊക്കെ ഹദീസുകളിലുള്ളതാണ്. ഇത് നിന്റെ മിനിമം യോഗ്യതയാണ്. അപ്പൊ മറ്റുള്ളവരെ ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നത് മാത്രം മതിയോ? ഉപകാരവും ചെയ്യേണ്ടതില്ലേ? അതും മോമിനിന്റെ മുകളിലേക്കുള്ള പടികളാണ്, മുസ്ലിമിന്റെ മുകളിലേക്കുള്ള പടികൾ. അപ്പൊ മിനിമം യോഗ്യതയിൽ നിന്ന് മാക്സിമത്തിലേക്ക് എത്തിച്ചേരാനുള്ള പണികളാണ് മനുഷ്യൻ ചെയ്യുക. മിനിമം യോഗ്യതയിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കുകയല്ല, നന്ന ചുരുങ്ങിയതുണ്ടാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മിനിമം യോഗ്യതയാണ് അവനിൽ വിശ്വസിക്കുകയും അതേപോലെ സൂക്ഷ്മതയോടുകൂടി അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നത്. അതിന് ഒരു രീതി അള്ളാഹുവിന്റെ റസൂല് വിവരിച്ചു തരികയാണ്. പടച്ചോൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, ഒമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ തറത്തു അലൈഹി. ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആള്, അതാണ് ഒരാളുടെ അടുക്കാനുള്ള ശ്രമത്തിന്റെ തുടക്കം. പടച്ചതമ്പുരാനിലേക്ക് അടുക്കാനുള്ള ശ്രമം അദ്ദേഹം പടച്ചവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അതാണ് തുടക്കം. അപ്പൊ നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നതും അവിടെ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിലും വരും. നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് നിരോധിച്ച കാര്യങ്ങൾ വർജിക്കുക, ഉപേക്ഷിക്കുക എന്നത്. അപ്പൊ അള്ളാഹു നിഷിദ്ധമാക്കിയത് ഉപേക്ഷിച്ചുകൊണ്ട് നിർബന്ധമാക്കിയത് ചെയ്ത് അങ്ങനെയാണ് പടച്ചവനിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ തുടക്കം അതാണ്, മിനിമം യോഗ്യതയുടെ തുടക്കം. ഇനി മാക്സിമത്തിലേക്ക് പോവുകയാണ്. ഒമായ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. ഞാൻ നിർബന്ധാക്കിയിട്ടൊന്നുമില്ല, പക്ഷെ ഐച്ഛികമായി അദ്ദേഹത്തിന് ചെയ്യാൻ പ്രേരണയും പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്റെ ദാസൻ എന്നോട് അടുക്കും. നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തതിന്റെ പുറമെ ആ അടുപ്പം എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അങ്ങനെ എന്നോട് അവൻ അടുത്തു വരുന്നതോടുകൂടി ഞാൻ അവനെ സ്നേഹിക്കും. അള്ളാന്റെ സ്നേഹം കിട്ടുക, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണല്ലോ അള്ളാഹുവിന്റെ സഹായം, സ്നേഹം കിട്ടുക. അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്നേഹം കിട്ടുക എന്തൊരു ഭാഗ്യമാണ്. പ്രധാനമന്ത്രിയുടെ, അവിടുന്ന് അങ്ങോട്ട് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റായ ഒബാമയുടെ ഒരു സ്നേഹം കിട്ടുക എന്തൊരു വലിയ സന്തോഷമാണ്. അവിടെ
അവിടുന്ന് അങ്ങോട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. അവരും അവർ ജീവിക്കുന്ന ഈ വിശാലമായ ഭൂമിയും മറ്റു ചരാചരങ്ങളുമൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ച പടച്ച തമ്പുരാന്റെ സ്നേഹം കിട്ടുക എത്ര വലിയൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം അവന് കിട്ടും. എപ്പോഴാണത് കിട്ടുന്നത്? ഐച്ഛികമായി നിർബന്ധമല്ലാത്ത നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ എന്നോടടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ അടുപ്പം പടിപടിയായി ഉയർന്ന് അവനെ ഞാൻ സ്നേഹിക്കും. അവനെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാലോ എന്റെ അടിമ, അവൻ കേൾക്കുന്ന കാത് ഞാനായിത്തീരും, അവൻ കാണുന്ന കണ്ണ് ഞാനായിത്തീരും, അവൻ പിടിക്കുന്ന കൈ ഞാനായിത്തീരും, അവൻ നടക്കുന്ന കാല് ഞാനായിത്തീരും. അള്ളാഹു പറയാണ്. അള്ളാഹു പറഞ്ഞു എന്ന് റസൂലുള്ള നമ്മളോട് പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ വഹിയാണല്ലോ ഇത്, റസൂലുള്ളാഹിക്ക് കൊടുത്ത വഹി. മിനിമം യോഗ്യതയിൽ നിന്ന് മാക്സിമം യോഗ്യതകളിലേക്ക് പടിപടിയായി ഉയർന്നു പോകുന്ന മനുഷ്യനെ, അടിമയെ, അടിമ എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത്. യജമാനനായ അള്ളാഹു സ്നേഹിക്കുന്നു. സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹിച്ച മനുഷ്യന്റെ കാതും കണ്ണും കയ്യും കാലുമൊക്കെ ഞാനായിത്തീരും. എന്താണ് അതിന്റെ അർത്ഥമെന്ന് എന്നോട് നിങ്ങൾ ചോദിക്കരുത്. അള്ളാഹു അങ്ങനെ പറഞ്ഞു, ഞാനായിത്തീരും. അങ്ങനെ ഞാനായിത്തീർന്നാൽ അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കും. എന്നോട് അവൻ അഭയം തേടിയാൽ ഞാൻ അവന് അഭയം നൽകും. എന്നോട് അവൻ ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അള്ളാഹു പറയാ. അങ്ങനെ അള്ളാഹുവിന്റെ അടിമകൾ എത്തിയല്ലോ. ഒരുപാട് അങ്ങനെ എത്തിയ അടിമകളുണ്ട്. അംബിയാ മുർസലുകളിലുണ്ട്. അംബിയാ മുർസലുകളുടെ കാൽപ്പാടുകൾ പിൻപറ്റി ജീവിച്ചു പോകുന്ന നല്ല മനുഷ്യരിലുണ്ട്. ഒരുപാട് നല്ല മനുഷ്യർ. കഥയും ചരിത്രവും ഒക്കെ നമുക്കറിയാം. ഓർക്കാൻ വേണ്ടി ഒരു സംഭവമോ രണ്ട് സംഭവമൊക്കെ ഞാൻ പറയാം. പടച്ചതമ്പുരാന്റെ അംബിയാ മുർസലുകളിലെ ഒരാളായ യാക്കൂബ് നബി അലൈഹിസ്സലാം മകൻ മറഞ്ഞപ്പോൾ അവര് പറഞ്ഞ എല്ലാ വർത്താനവും കളവാണെന്ന് അദ്ദേഹത്തിന് അറിയാം. മക്കൾ പറഞ്ഞു, മറ്റേ മക്കൾ. പക്ഷേ മറഞ്ഞുപോയത് കൊണ്ട് അദ്ദേഹം ദുഃഖിതനായിരുന്നു, മുമ്പിലില്ലാത്തതും. യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹം എവിടെയാണ്, ഏതവസ്ഥയിലാണ്? ആ ഉന്നതമായ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം കണ്ണുപോലും കാണാൻ കഴിയാത്ത അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ബാപ്പാക്ക് ഒരു കുപ്പായം കൊടുത്തയച്ചു. ആ കുപ്പായം നാഴികകൾക്കകലെ മക്കളുടെ ഒട്ടക സംഘം വരുമ്പോൾ അദ്ദേഹം ഇവിടുന്ന് പറയുന്നു മറ്റു മക്കളോട്, പെൺകുട്ടികളോട്, നിങ്ങൾ എന്നെ കളിയാക്കില്ലെങ്കിൽ എന്റെ യൂസുഫിന്റെ മണം ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ കളിയാക്കില്ലെങ്കിൽ ഞാനിത് പറയട്ടെ, നിങ്ങൾ എന്നെ പരിഹസിക്കില്ലെങ്കിൽ എന്റെ യൂസുഫിന്റെ മണം ഞാനിങ്ങനെ മണത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ നാഴിക അകലെയാണത്. എന്താ ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മണം ആസ്വദിക്കാനുള്ള കഴിവ്. കാത്, കണ്ണ്, കയ്യ്, കാല്, അത് മാത്രമല്ല ഒരു മനുഷ്യന്റെ അവയവങ്ങൾ ഏതൊക്കെയാണോ ആ അവയവങ്ങളൊക്കെ ഞാനായിത്തീരുന്നാണുള്ള പറഞ്ഞു. അങ്ങനെ വന്നു. ഒരു കുപ്പായാണ്. ആ കുപ്പായം അങ്ങോട്ട് മുഖത്തേക്ക് ഇട്ടുകൊടുത്തപ്പോ അദ്ദേഹത്തിന് കണ്ണിട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണാവും. ഏതോ ഒരു വലിയ ഭാഗത്ത് വളരെ ദൂരം നഹാവന്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പേർഷ്യയിലെ ഒരു പ്രദേശത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ഒരാളായ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ മേൽനോട്ടത്തിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ ഖുതുബ നടത്തുന്നു.
ഖുതുബക്കിടയിൽ അദ്ദേഹം ഒരു മുഴത്തരിലായ വാചകം, എന്നാൽ ആ വിഷയവുമായി ബന്ധമില്ലാത്തൊരു വാചകം പറയും. പറഞ്ഞത് യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ. അതല്ല അദ്ദേഹത്തിന്റെ വിഷയം. കേട്ട ആളുകൾക്കും മനസ്സിലായില്ല. അവരത്ഭുതപ്പെടുന്നു. സാരിയ അങ്ങ് അവിടെ പേർഷ്യയിലല്ലേ, യുദ്ധത്തിലല്ലേ? ഇതിപ്പോ ഈ അമീറുൽ മോമിനിനിപ്പോ പറഞ്ഞെന്താണ്? എവിടെയോ നടക്കുന്ന ഒരു സംഭവം മദീന പള്ളിയുടെ മിമ്പറിൽ ഇതുപോലെ നിന്നുകൊണ്ട് ഉമർ എന്ന് പറയുന്ന ഒരടിമ അത് കാണുകയാണ്. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു വഇദാ അഹബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസ്റഹു അല്ലദീ യുബ്സിറു ബിഹി. അദ്ദേഹം നോക്കുന്ന കണ്ണ് ഞാനായിത്തീരും. അതേപോലെ അദ്ദേഹം സംസാരിക്കുന്ന നാവ് ഞാനായിത്തീരും. യാ സാരിയ അൽ ജബൽ അൽ ജബൽ. ആ ശബ്ദം വൈദ്യുതി അലകളിലൂടെ ഇപ്പോൾ പോകുന്നത് പോലെ 1500 കൊല്ലം മുമ്പ് അവിടെ എത്തുകയാണ്. സാരിയ അത് കേട്ടു. മലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. ശത്രു സൈന്യം വരുന്നത് കണ്ടു. ആ ഏറ്റുമുട്ടലിൽ സാരിയ വിജയിച്ചു. മദീനയിൽ അദ്ദേഹം തിരിച്ചു വന്നതിന്റെ ശേഷമാണ് ആ സദസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലായി. സാരിയ പറഞ്ഞു, ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഞാനത് കേട്ട് നോക്കിയപ്പോഴാണ് സൈന്യയില വരുന്നത്. ഇവർക്ക് മനസ്സിലായി ആ വിളിച്ചു പറഞ്ഞത് ഇയാളാണ്, അമീറുൽ മോമിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അള്ളാഹുവിനോടടുത്തു. മിനിമം യോഗ്യതയിൽ നിന്ന് മാക്സിമം യോഗ്യതകളിലൂടെ പടിപടിയായി ഉയർന്ന് പടച്ച തമ്പുരാന്റെ കണ്ണായി, കാതായി, നാവായി, കൈയായി, കാലായി മാറി. എനിക്കറിഞ്ഞുകൂടാ അതെങ്ങനെ. എനിക്കറിഞ്ഞുകൂടാത്തതാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. എനിക്കറിയാവുന്നത് വളരെ കുറച്ച് മാത്രമല്ലേ ഉള്ളൂ. എനിക്കല്ല, ഈ ഭൂലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങൾക്കും അറിയാവുന്നത് വളരെ കുറച്ച് മാത്രം. അത്രേ ഞാൻ തന്നിട്ടുള്ളൂ. കുറച്ചേ നിങ്ങൾക്ക് നാം തന്നിട്ടുള്ളൂ. അറിവിൽ നിന്ന് വളരെ കുറച്ചേ തന്നിട്ടുള്ളൂ എന്നുള്ള പറഞ്ഞു. ആ കുറച്ച് തന്ന അറിവിന്റെ കോടാനുകോടി അംശങ്ങളിൽ ഒരു അംശം മാത്രമാണ് എനിക്കുള്ളത്, നമുക്കുള്ളത്. അതാണ്ട് അറിഞ്ഞുകൂടാ. 1500 കൊല്ലം മുമ്പും അനേകായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെയും, അനേകായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെയും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെയും, 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്കന്ദർ ദുൽഖർനൈനിയുടെയും നമുക്കറിഞ്ഞുകൂടാ. എനിക്കറിഞ്ഞുകൂടാ, നമുക്കറിഞ്ഞുകൂടാ. വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. മിനിമം യോഗ്യതയിൽ നിന്ന് മാക്സിമം യോഗ്യതകളിലേക്ക് ഉയർന്നു പോകാനുള്ള ഒരു മനസ്സ് ഇവിടെ നമ്മൾ നട്ടുവളർത്തണമെന്ന് മാത്രമേ ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. മനുഷ്യന് എത്തിച്ചേരാൻ കഴിയുന്ന പടച്ചതമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ള ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർന്നു പോകാനുള്ള ഒരു മനസ്സ് നമ്മളിപ്പോൾ ഇവിടെ നട്ടുവളർത്തും. ആ നട്ടുവളർത്തിയ മനസ്സ് ഉന്നതിയിലേക്ക് നമ്മളെ എത്തിക്കുവാൻ വേണ്ടി പണിയെടുപ്പിക്കും നമ്മളെ മനസ്സ്. ഒരുപക്ഷേ നമുക്കവിടെ എത്താൻ കഴിഞ്ഞേക്കും. ഇനി അഥവാ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മിനിമം യോഗ്യത ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ശിക്ഷയിൽ നിന്ന് മോചനമുണ്ടാകും. ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അഭയം തേടിയാൽ അഭയം നൽകും. ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുക, എന്റെ റബ്ബ് എനിക്ക് തരിക. എന്റെ റബ്ബിനോട് ഞാൻ അഭയം തേടുക, എന്റെ റബ്ബ് എനിക്ക് അഭയം നൽകും. ഇതിനേക്കാൾ വലിയ ഒരു ഭാഗ്യം ഈ ലോകത്തെന്താണ്? പക്ഷേ ഞാൻ എന്റെ റബ്ബിനോടായിരിക്കണം ചോദിക്കേണ്ടത്. ചോദിക്കണമെങ്കിൽ എന്റെ റബ്ബ് എന്റെ അടുത്തുണ്ടാകണം. യതഖറബു ഇലയ്യ, എന്നിലേക്ക് അവൻ അടുക്കണം. അടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്തോ നമ്മൾ? അല്ല, നമ്മുടെ അടുത്ത് നമ്മുടെ റബ്ബാണോ?
നമ്മുടെ മനസ്സിന്റെ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ റബ്ബാണ്. നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പ്രാണഞരമ്പിനേക്കാൾ കൂടുതൽ നിങ്ങളോടടുത്താണ്. അങ്ങനെ എന്റെ പ്രാണഞരമ്പിന്റെ അടുത്ത്, അതിനേക്കാൾ അടുത്ത് എന്റെ റബ്ബുണ്ട്. നേർക്ക് നേരെ പഠിച്ചവൻ പറഞ്ഞതല്ലേ അത്. അനാഖറബു ഇലൈക്കും മിൻ ഹബ്ലിൽ വരീദ് വഹുവ അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഞാൻ നിങ്ങളുടെ പ്രാണഞരമ്പിനേക്കാൾ കൂടുതൽ നിങ്ങളോടടുത്തിരിക്കും. അവന്റെ പ്രാണഞരമ്പിനേക്കാൾ അടുത്തവനാകുന്നു. ആ അടുപ്പം പടച്ചതമ്പുരാൻ നമ്മുടെ പ്രാണഞരമ്പിനേക്കാൾ അടുപ്പമുണ്ട് എന്ന അടുപ്പം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു അടുപ്പമുണ്ടോ അല്ലാഹുവിനോട്? ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ചോദിച്ചാൽ കിട്ടും. അവിടെ നമ്മൾ അഭയം തേടിയാൽ അഭയം കിട്ടും. അവിടെ എത്തിയിട്ടില്ല നമ്മൾ. അതുകൊണ്ട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ചോദിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. തരുന്നതും തരാതിരിക്കുന്നതും അവന്റെയും ഇഷ്ടമാണ്. ചോദിക്കുന്നത് ഇഷ്ടമാണ് നമ്മൾ, അടുത്താലും അടുത്തില്ലെങ്കിലും. പക്ഷേ തരണമെങ്കിൽ നമ്മൾ അടുത്ത് ചെന്ന് ചോദിക്കണം. അടുത്ത് ചെന്ന് ചോദിക്കണം. അടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ അടുക്കുമ്പോൾ പടച്ചതമ്പുരാൻ തരും. അങ്ങനെ അടുത്ത പടച്ചതമ്പുരാന്റെ ഔലിയാവ്, ആ ഔലിയാവിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നവൻ, ശത്രുത വെച്ച് പുലർത്തുന്നവൻ, എന്റെ ഔലിയാവിനോട്, എന്റെ വലിയനോട് ശത്രുത വെച്ച് പുലർത്തുന്നവൻ, അവനുമായി ഞാനൊരു പ്രഖ്യാപിത യുദ്ധത്തിലാണ്. എന്തിനെ അല്ലാഹു അങ്ങനെ പറഞ്ഞു? മൻ അഹാബലി വലിയൻ, എന്റെ വലിയനെ ആരെങ്കിലും ഭയപ്പെടുത്തുന്നുവെങ്കിൽ, ഭീഷണിപ്പെടുത്തുന്നുവെങ്കിൽ, ഫഖദ് ബാലസനി ബിൽ മുഹാറബ, വളരെ പ്രത്യക്ഷമായ ഒരു യുദ്ധത്തിലാണവൻ. ആരോട്? അല്ലാഹുവിനോട്. അല്ല പറയുന്നു, എന്നോടവൻ പ്രത്യക്ഷമായ യുദ്ധത്തിലാണ്. എന്റെ വലിയനോട് ശത്രു വെച്ച് പുലർത്തുന്നുവെങ്കിൽ, എന്റെ വലിയനെ ഭീഷണിപ്പെടുത്തുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരുപാട് ഹദീസുകളിലൂടെ, ഖുദ്സിയായ ഹദീസുകളിലൂടെ ഒരു വലിയ യാഥാർത്ഥ്യം മനുഷ്യന്റെ മുമ്പിൽ പടച്ചതമ്പുരാൻ വെച്ചു. പക്ഷേ അല്ലാഹുവിനോട് അടുക്കുന്നതിന് പകരം പടച്ചവൻ വിവരിച്ചു തന്ന കാര്യം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നു. ഞാനും എന്നെ പോലെയുള്ളവരും. ഞാനാണ് വലിയ എന്ന് പറയാൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഔലിയ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ സൃഷ്ടിച്ചു വെച്ചുകൊണ്ട് അത് ഭൗതികമായ നേട്ടങ്ങൾക്ക് ദുരുപയോഗപ്പെടുത്തും. അങ്ങനെ ദുരുപയോഗപ്പെടുത്തുന്ന പലതുമുണ്ട്. അതിനുവേണ്ടി ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണല്ലോ സിഹർ ബാത്തിലാക്കൽ. ഒരു ഖുത്ബയിലൂടെ ആ കാര്യം പറയണമെന്ന് എന്റെ മനസ്സിലാഗ്രഹമുണ്ട്. അത് നിലവിലുള്ള ഒരുപാട് ധാരണകൾ, തെറ്റിദ്ധാരണകൾ, മുൻധാരണകളൊക്കെ പൊളിച്ചുകൊണ്ടേ പറയാൻ പറ്റും. അവസരം കിട്ടിയെങ്കിൽ ഞാൻ പറയും. ഇതൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നത് പോലെ ഭൗതികമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു മാർഗമായി അതിനെ മാറ്റി, എന്നിട്ട് എല്ലാ മേഖലകളിലും പൈസ ഉണ്ടാക്കാനുള്ള പണിയാക്കി മാറ്റി. കാശുണ്ടാക്കാൻ, സമ്പാദിക്കാൻ, വ്യക്തികൾ സമ്പാദിക്കുവാൻ, അല്ലെങ്കിൽ വ്യക്തികളല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സമ്പാദിക്കുവാൻ ഉപയോഗപ്പെടുത്തുന്നതോ പടച്ചതമ്പുരാൻ ഇപ്പറഞ്ഞ ഫർളായ കാര്യങ്ങളിലൂടെയും സുന്നത്തായ കാര്യങ്ങളിലൂടെയും പടിപടിയായി പടച്ചവനോടടുത്ത് പടച്ചവന്റെ തന്നെ കയ്യും കാലും കണ്ണും കാതുമൊക്കെയായി മാറുന്ന ആ ഉന്നതമായ ദർജകളിലേക്ക് എത്തിച്ചേരുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതിന് പകരം അങ്ങനെ എത്തിച്ചേർന്ന ആൾക്കാരെ പേരുപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യലാഭം, ഭൗതിക നേട്ടം അത് നേടിയെടുക്കുന്നു. ഇവിടെയാണ് ഞാനും നമ്മളും നിങ്ങളുമൊക്കെ ഭയപ്പെടേണ്ടത്. എവിടെ നിന്നാണ് നമ്മെ വ്യതിചലിപ്പിക്കുന്നത്, തെറ്റിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ബോധം നമുക്കുണ്ടാവണം.
പടച്ചവൻ എന്താണ് പറഞ്ഞത്, പടച്ചവന്റെ പ്രവാചകന്മാരെന്താണ് പറഞ്ഞത്, അതിനെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ മുൻധാരണകൾ മാറ്റിയിട്ട് യഥാർത്ഥ ധാരണയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കണം. മറ്റൊരു കാര്യവും കൂടി പറഞ്ഞ് സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ റസൂൽ ഇതിന്റെ അവസാനം പറയാം, എന്റെ ഒരു നല്ലവനായ മോമിനായ ഒരു ദാസൻ, ആ ദാസൻ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അവധിയെത്തി, മരിക്കേണ്ട സമയമാകുമ്പോൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ അസ്വസ്ഥനാവും. അല്ലാഹു പറയാം, എന്റെ അടിമ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആ മോമിനായ അടിമയെ ഇവിടെ ജീവിക്കാൻ വിടാൻ എനിക്ക് സമയമില്ല, അദ്ദേഹത്തിന്റെ അവധി തീർത്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുക എന്നത് എനിക്ക് തറദ്ദുതുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ തീരുമാനിച്ചതിൽ മാറ്റമുണ്ടാവുകയില്ല, പക്ഷേ ഞാൻ വളരെ അസ്വസ്ഥതയോടുകൂടിയാണ് ആ കാര്യം ചെയ്യുക. എന്റെ അടിമ പിന്നെയും ജീവിക്കേണ്ടവനാണ് എന്നവൻ ആഗ്രഹിക്കുമ്പോൾ. എന്റെ അടിമകളിൽ ചില സത്യവിശ്വാസികളുണ്ട്, അവര് പടച്ചതമ്പുരാനെ ഇബാദത്ത് ചെയ്യുവാനുള്ള മേഖലയിലേക്ക് അതിതീർത്ഥം വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ തടയും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള, ജന്നയ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ള കാര്യത്തിലേക്ക് വരാൻ അവരെ ധൃതി കാണിക്കും. ഞാൻ തടയും. അതെന്തിനാണോ? അതുകൊണ്ട് അവർക്ക് പൊങ്ങച്ചില്ലാതിരിക്കാൻ വേണ്ടിയാണ്. പൊങ്ങച്ചം കടന്നുകൂടും അയാളെ മനസ്സിൽ. ഞാനിപ്പോ ഏതാണ്ട് തികഞ്ഞയാളാണെന്ന് തോന്നലുണ്ടാവും. അതുകൊണ്ട് അയാൾ നശിക്കും. അപ്പൊ ഞാൻ അവിടെ വാതിലടക്കും. അത്ര അത് വരണ്ട. ചില ആളുകൾ അവര് നല്ലവരായി ജീവിച്ചു പോകാൻ സാമ്പത്തികമായ ഉയർച്ച വേണ്ടിവരും. അപ്പൊ ഞാനത് കൊടുക്കും. അല്ല, അവർക്ക് ഞാൻ ദാരിദ്ര്യമാണ് കൊടുക്കുന്നതെങ്കിൽ ആ ദാരിദ്ര്യം അവരെ നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ അവർക്ക് സാമ്പത്തിക സൗകര്യം ചെയ്തു കൊടുക്കും. ചില ആളുകൾക്ക് അവര് നല്ലവരായി മുമ്പോട്ട് പോകാനുള്ള മാർഗം ദാരിദ്ര്യം അനുഭവിക്കാവുന്നതായിരിക്കും. അപ്പൊ ഞാൻ അവർക്ക് ദാരിദ്ര്യം കൊടുക്കും. അല്ല, അവർക്ക് സാമ്പത്തിക സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിലോ അതവരെ നശിപ്പിച്ചേക്കും. ചില ആളുകൾക്ക് ആരോഗ്യം, രോഗമില്ലാത്ത അവസ്ഥ, അതായിരിക്കും അവർ നല്ലവരായി മുമ്പോട്ട് പോകാൻ ആവശ്യം. ഞാനത് കൊടുക്കും. അല്ല, അവരെ രോഗികളാക്കിയിരുന്നെങ്കിലോ അത് അവരെ നശിപ്പിക്കും. ചില ആളുകൾക്ക് ആയിക്കൊണ്ട് പോകലായിരിക്കും അവർക്ക് നല്ലവരായി തീരാനുള്ള മാർഗം, വഴി. അപ്പൊ ഞാൻ അവരെ രോഗികളാക്കും. അല്ല, ആരോഗ്യം അവർക്ക് കൊടുത്തിരുന്നെങ്കിലോ ആ ആരോഗ്യം അവരെ നശിപ്പിച്ചു കളഞ്ഞ. എന്നിട്ട് അല്ലാഹു പറയാ, എന്റെ അടിയാറുകളുടെ മനസ്സ് അറിയുന്നവൻ ഞാനാണ്. അവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവൂല, ഞാനതറിയും. ഇന്നി ഉദബ്ബിറു ഇബാദി ബിഇൽമി ബിഖുലൂബിഹിം. എന്റെ ദാസന്മാരെ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിനെക്കുറിച്ചുള്ള എന്റെ അറിവ് വെച്ചുകൊണ്ടാണ്. അവിടെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാത്ത കുറെ കാര്യങ്ങളുണ്ട്. നല്ല ബോധ്യപ്പെടുത്തി തരിക. ഇതെന്താ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ, ഇങ്ങനെ അക്രമം ചെയ്തിട്ട് ഓനങ്ങനെ എന്താ, ഇങ്ങനെ നല്ലത് ചെയ്തിട്ട് ഇവനെന്താ ഇങ്ങനെ. ഞാനും നിങ്ങളൊക്കെ അസ്വസ്ഥരാകാറുണ്ട്. അല്ല പറയാ, നിങ്ങളെല്ലാം അസ്വസ്ഥരാണ്ട. അത് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണ്. ഇന്നി അലീമു ഖബീർ. ഞാനെല്ലാം അറിയുന്നവനാണ്. അല്ല, അറിയുന്നവനാണെന്ന് മാത്രമല്ല, മറയില്ലാതെ അറിയുന്നവനാണ്. ഖബീറാണ്. നിങ്ങൾക്കൊക്കെ മറയുടെ അപ്പുറത്തുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. എനിക്ക് മറയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യും. നിങ്ങൾ അവിടെയാണ് മനസ്സിനെ കൊണ്ടുപോയി നിർത്തിയിട്ട് മനുഷ്യൻ വളരാവുന്ന
യോഗ്യതയിൽ നിന്ന് മാക്സിമം യോഗ്യതകളിലേക്ക് പടിപടിയായി ഉയരാനുള്ള മാർഗമാണ് വിവരിച്ചത്. അല്ലാതെ ഉയർന്നുപോയ ആൾക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാനുള്ള മാർഗമല്ല ചൂണ്ടിക്കാണിച്ചത്. ഇതാരെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല, എവിടെ ചെന്ന് തട്ടിയാലും തട്ടുന്നിടത്ത് തട്ടിക്കൊള്ളട്ടെ എന്ന മനസ്സോടുകൂടി തന്നെ പറയുന്നു. മാറുകയാണ് നമ്മൾ വേണ്ടത്. നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കണം. അതുകൊണ്ട് അവിടത്തേക്ക് പടച്ചവൻ നമ്മെ എത്തിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വളരാനുള്ള വഴി മറ്റുള്ളവരെ വളർന്നവരെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭൗതിക നേട്ടം, ഐഹിക നേട്ടം, സാമ്പത്തിക നേട്ടം, അല്ലെങ്കിൽ അതേപോലെയുള്ള നേതൃത്വം പോലെയുള്ളതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. 2 അന്വേഷണങ്ങൾക്ക് ചെറിയൊരു വിശദീകരണം നൽകും. 2 മിനിറ്റ് കൊണ്ട്. ഒന്ന്, എന്നോട് ചോദിച്ചു ഒരുപാട് ആളുകൾ എഴുത്തിലൂടെയും നേരിട്ടു, എന്താ നിങ്ങൾ ജുമാക്കൊക്കെ വളരെ ചെറിയ സൂറത്ത് ഓതുന്നത്? അത് നല്ലൊരു അന്വേഷണമാണ്. ഞാൻ പറഞ്ഞു അവരോട് മറുപടി, എന്റെ പിന്നിൽ അറബി അറിയുന്ന, ഖുർആൻ അർത്ഥമറിയുന്ന ആളുകളാണ് നിസ്കരിക്കുന്നതെങ്കിൽ എനിക്ക് നീട്ടി ഓതാൻ ഇഷ്ടമാണ്, അവർക്ക് വെറുപ്പില്ലേക്ക്. പക്ഷെ എന്റെ പിന്നിൽ നിൽക്കുന്ന 99% ഞാൻ ഓതുന്ന ഖുർആനിന്റെ ഭാഗം വേറെ എവിടെയെങ്കിലും നീട്ടി ഓതുകയാണെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ട് അവർക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള ചെറിയ ചെറിയ സൂറത്തുകൾ ഞാൻ ഓതും. അത് പറഞ്ഞെടുത്തു. അത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാം. അള്ളാന്റെ റസൂലിന് ഇഷ്ടമുണ്ടായിരുന്നില്ല നിസ്കാരം നീട്ടി നിർവഹിക്കുന്നത്. ഇമാമുകൾ കൂടുതൽ നീട്ടി നിസ്കരിക്കുന്നതിനെ പ്രവാചകൻ വെറുത്തു. വെറുക്കുക മാത്രമല്ല, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ, ഹലാലും ഹറാമും ഏറ്റവും കൂടുതൽ അറിയുന്നവൻ, അഅലമുക്കും ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ, ഹലാല് ഹറാം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയുന്ന ആള് മുആദ് ബിൻ ജബലാണെന്ന് പറഞ്ഞ ആ സഹാബി നിർവഹിച്ച നിസ്കാരം നീട്ടിയത് കൊണ്ട് പരാതി വന്നു. അദ്ദേഹത്തെ വിളിപ്പിച്ച് നബി ചോദിച്ചു, ആന്ത ഫത്താനൻ യാ മുആദ്, ഫിത്നക്കാരനാണോ മുആദേ നീ? ആന്ത ഫത്താനൻ യാ മുആദ്, ഫിത്നുണ്ടാക്കുന്നവനാണോ മുആദേ നീ? ഇടങ്ങേറാക്കണെന്തിനാ ആളുകളെ പിന്നാലെ നിർത്തിയിട്ട്? നിനക്ക് വശംസി വലുഹ ഓതിക്കൂടെ? അതേപോലെ തന്നെ വല്ലേലി ഓതിക്കൂടെ എന്ന് തുടങ്ങുന്ന ചെറിയ സൂറത്തുകൾ പറഞ്ഞത് അത് ഓതിയപ്പോലായിരുന്നു. പക്ഷെ നമ്മൾ അവിടുന്ന് മാറി. നമ്മൾ അവിടുന്ന് മാറിയിട്ട് മാറ്റം ഇപ്പൊ അടുത്ത കാലത്തായിട്ടാണ് തുടങ്ങിയത്. ആരും ഒന്നും കരുതരുത്. റമദാനിൽ നിസ്കാരിക്കാൻ വേണ്ടി തന്നെ ഒരാളെ കൊണ്ടുവരും. നിങ്ങൾ ഇവിടെയും ചെയ്യുന്നുണ്ട്. ഞാൻ പണ്ടേ പറയല്ല, എനിക്ക് പറയാനുള്ളത് പറയണതിന് ഞാൻ ആരെയും കൂസാറില്ല. അതുകൊണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ, റമദാനിലെ തറാവിയെ നീട്ടി നിസ്കരിക്കാൻ ഇവിടെ ഇമാമുണ്ടാവും. ആ ഇമാമിനെ മാന്യമായി ഖുർആൻ ഓതാനൊക്കെ അറിയും. അയാൾക്ക് കൊടുക്കുന്ന കാശ് ഇയാൾക്ക് കൊടുത്താൽ പോരെ. അത് ചെയ്യൂല. എന്നിട്ട് 15,000 ഒക്കെ കൊടുത്തിട്ടാണ് ആളെ കൊണ്ടുവരിക. ഇവിടെ മാത്രമല്ല കേട്ടോ, ഒരുപാട് പള്ളികളിൽ ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈ സ്വഭാവത്തിൽ. ഇത് എവിടെ നിന്ന് വന്നതാ? ഇത് ഇസ്ലാമിലുള്ളതാണെങ്കിൽ നേരത്തെ തന്നെ പാരമ്പര്യമായി ഉണ്ടാകുമായിരുന്നല്ലോ അവിടെ. ഇതെപ്പോഴാ കടന്നുകൂടിയത്? അപ്പൊ അങ്ങനെ സമ്പ്രദായങ്ങളിലൂടെ കൊണ്ടുപോവുക, ഇസ്ലാമിനെ സമ്പ്രദായങ്ങളിലൂടെ കൊണ്ടുപോകുക. എന്നിട്ട് അങ്ങനെ നിസ്കരിക്കാൻ നിത്യ ഖുർആൻ മുഴുവൻ ഓതുക, കാണാതെ ഹാഫിള് വന്നിട്ട് ഈ പിന്നാലെ നിൽക്കുന്ന ആർക്കെങ്കിലും അതിന്റെ അർത്ഥം അറിയും. എന്നിട്ട് അയറ്റ് എങ്ങനെ ഇറങ്ങി എന്റെ തഴവ മുഹമ്മദ് കുഞ്ഞുമാര് പറഞ്ഞാൽ ചൊറിഞ്ഞും മാന്തിയും ആമിയും പറയലാണെന്ന് പറഞ്ഞില്ലേ എന്നപോലെ മുമ്പര മറ്റേ സഫലമാലയിലുണ്ട്. അങ്ങനെ നിൽക്കുക, ഇയാളങ്ങനെ ഓതുക. ആരെയും ഇത് പറഞ്ഞു? എവിടെയതുള്ളത്? പക്ഷെ പറയാൻ പാടില്ല. പറഞ്ഞ ആള് കുറ്റക്കാരനാണ്. പക്ഷെ നമ്മൾ കുറ്റക്കാരനായാലും പറയണമല്ലോ. സാധാരണ നിസ്കരിക്കുന്നത് പോലെ തന്നെയല്ലേ അത് നിർവഹിക്കേണ്ടത്? ഇനി നീട്ടി നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ചെയ്യേണ്ടത് എപ്പോഴാ? പാതിര കഴിഞ്ഞിട്ടാണ്. പാതിര കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് പള്ളിയിൽ വരണം.
ആ വരുന്ന ആൾക്കാർ ആ ഖുർആൻ കേൾക്കാൻ വേണ്ടി വരുന്നവരാണ്. അല്ലാതെ ഇശാ നിസ്കരിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് 1 മണി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിസ്കരിക്കണമല്ല. പാതിര വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങി, പിന്നെ സഹറിന്റെ സമയത്ത് എഴുന്നേറ്റ് രാത്രിയുടെ 2-ാം യാമത്തിൽ അപ്പോൾ വരിക പള്ളിയിലേക്ക്. അപ്പോൾ ഒരു ഇമാമ നിന്ന് അങ്ങനെ നിസ്കരിക്കുമ്പോ ആ ഇമാമിന്റെ ഖിറാഅത്ത് കേട്ടുകൊണ്ട് ഉത്ബുദ്ധനാകാനുള്ള മനസ്സോടുകൂടി വീട്ടിൽ നിന്ന് ഉറക്കമഴിച്ച് വരുന്ന ആളായിരിക്കും നിസ്കരിക്കാൻ പറ്റില്ല. അവർക്ക് നിസ്കരിക്കാം. അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ആക്കൂല. ഇത് നടക്കും വേണം സമ്പ്രദായം. എന്നാൽ ഇശാ നിസ്കരിച്ച ഉടനെ നടക്കണം. എന്നിട്ട് അവിടെ നിന്നിട്ട് മറ്റേ ആളങ്ങനെ ഓതണം. ഓതിയിട്ട് മറ്റേതിങ്ങനെ ഉറക്കം തോന്നിയിട്ട് പോകും വേണം. എവിടെ നിന്ന് വന്നു? എന്താണ് ഇതിനുള്ള തെളിവ്? ഖുർആനിലുണ്ടോ? സുന്നത്തിലുണ്ടോ? മുഹമ്മദ് നബി ചെയ്തോ? ചോദിക്കാൻ ആരുമില്ല. പേടിയാണ്. ചോദിച്ചാൽ പേടിയാണ്. എനിക്കെന്നറിയാം, അടുത്ത വെള്ളിയാഴ്ച ഞാൻ പഠിത്ത ഖത്തീബാവില്ല ഒരു പക്ഷേ അത് വേറെ എവിടെയെങ്കിലും പോവുക, അല്ലെങ്കിൽ ആരുടെ കുത്തുബ കേൾക്കും. ഇവിടെ ഒരു ഇമാമുണ്ടെങ്കിൽ അദ്ദേഹമല്ലേ നിർവഹിക്കേണ്ടത്? ഓരോ പള്ളിയിലും നിർവഹിക്കേണ്ടത് അവിടെയുള്ള ഇമാമുകളല്ലേ? അല്ല, അത് കൊണ്ടുവന്നു അവിടെ എല്ലാവരും കൊടുന്നു വന്നിട്ടങ്ങനെ ഓതി പോവുക. മാറ്റണം. സമ്പ്രദായങ്ങളല്ല ഇസ്ലാം. ഇസ്ലാമിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. അത് ഖുർആനും സുന്നത്തുമാണ്. പ്രവാചകന്മാരുടെ മാതൃകയാണ്. സഹാബാക്കളുടെ മാതൃകയാണ്. ഖുലഫാഉർ റാഷിദുകളുടെ മാതൃകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ നിസ്കരിക്കണ കണ്ടപ്പോ തിരക്കടില്ല ഈ വിദ്യാർത്ഥി. പക്ഷേ ഇവരിപ്പോ ഈ നിസ്കരിക്കുന്ന സമയത്ത് വീട്ടിൽ പോയി ഉറങ്ങുകയും ഉറങ്ങുന്ന സമയത്ത് തിരിച്ചു വന്ന് നിസ്കരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അതായിരുന്നു നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് പോയത്. മൂപ്പരയിൽ പങ്കെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. മൂപ്പര നിസ്കാരത്തിൽ ഇമാമുമായിട്ട് നിസ്കരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു കമാൻഡ് മൂപ്പരുടെ കമാൻഡറായിരുന്നു. പോയി. ഇതൊക്കെ നമ്മളെ ബുഖാരി മുസ്ലിം ഒക്കെ ഉള്ള ഹദീസിലുണ്ട്, കിതാബിൽ. പക്ഷെ നമ്മളെ തലയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളതിലേ കയറുള്ളൂ. നമുക്ക് ഇഷ്ടമില്ലാത്തത് കയറുകയില്ല, കയറ്റുകയുമില്ല, പറയുകയുമില്ല. പറഞ്ഞാൽ അത് അംഗീകരിക്കുകയുമില്ല, പറയുന്നവനെ പുറന്തള്ളുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ജനങ്ങൾക്ക് നന്ന ചുരുങ്ങിയത് ആശയങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗം ഓതുന്നു. സബ്ബീസ്മ റബ്ബിക്കൽ ഓതിക്കൂടെ എന്നൊക്കെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഓതണ്ടുള്ളൂ, നബി അതെന്നെ ഓതിയിട്ടുള്ളൂ. ഒക്കെ അങ്ങനെ പറഞ്ഞതാണ്, ഓരോരുത്തർ പറഞ്ഞു പോകുന്നതാണ്. സൂറത്ത് കാഫ് ഞാൻ നബി നിസ്കരിക്കുമ്പോൾ ഓതിയിട്ടാണ്, കാണാതെ പഠിച്ചു തരുന്നതാണ്. കാഫ് തന്നെ ഓതിരുന്നു എന്നുള്ളതിന്റെ അർത്ഥം. ചിലപ്പോഴൊക്കെ അത് ഓതും. ഇതാണ് ആ സംഗതി. ഒരുപാട് വളരെ പ്രയാസത്തോടു കൂടി അന്വേഷണങ്ങൾ വന്നതുകൊണ്ടാണ് ഞാനിത് ഇത്ര ഗൗരവത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് അന്വേഷിക്കുന്നവരും അന്വേഷിക്കാത്തവരുമൊക്കെ ഇത് മനസ്സിലാക്കുക. അതാണ് ഇസ്ലാമിന്റെ സുന്നത്ത്. ആ സുന്നത്ത് നിർവഹിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.